ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പം ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം ആണ്. പിന്നെ വിജയദശമി, പിന്നെ വിദ്യാരംഭം, അങ്ങനെ കുറേ ആഘോഷങ്ങളാണ് ഇന്നത്തെ ദിവസം. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ പോണത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആലുവയിലാണ് ഇന്ന് പോണത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തേക്ക്. അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഇന്ന് അമ്പലത്തിൽ തിരക്കുണ്ടാവും, കാരണം വിദ്യാരംഭം കൂടി. ഇന്ന് വിദ്യാരംഭം അല്ലല്ലോ. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൺ ദ വേ ആണ്. ഞങ്ങൾ ആലുവയിൽ എത്താറായി. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ. റോഡിലൊന്നും തിരക്കില്ല അല്ലേ ലിമോ? രാവിലെ അല്ല, ലീവുള്ള ദിവസമല്ല. അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡിലെ. റോഡ് ഖാലിയാണ് കേട്ടോ. അതുകൊണ്ട് ബൈക്കും ഇതൊന്നല്ല, ബൈക്കും റിക്ഷ അല്ലാണ്ട് വേറെ അധികം ഒന്നും ഇല്ല. ഒരു നായക്കുട്ടി എന്താ സ്പീഡ് പോയത്. വണ്ടിയിൽ കാറ്റ് കുറച്ച് കുറവ് തോന്നുന്നു. അപ്പോൾ കുറച്ച് വണ്ടിയിൽ കാറ്റെടുക്കുക. നൈട്രജൻ भैया 36. हाँ ഓക്കെ. നൈട്രജൻ ബറാർ. വണ്ടി ഒരു സ്മൂത്ത് ഇല്ല ഓടുമ്പോൾ, കാറ്റ് കുറവാണ്. കണ്ട 32 പോയിൻ്റേ ഉള്ളൂ, 36 പോയിൻ്റ് അടിക്കാറ്. വണ്ടി വീക്കെൻഡിൽ മാത്രമേ എടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം വീക്ക് ഡേയ്സിൽ വർക്കിംഗ് ഡേ ആയത് കാരണം വണ്ടി എടുക്കാറില്ല. ചില വീക്കെൻഡിലൊക്കെ വീട്ടിൽ തന്നെ സമയം പോണത് അറിയത്തില്ല. അപ്പോൾ 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ വണ്ടി ഇങ്ങനെ പാർക്കിങ്ങിൽ ഞങ്ങൾ താഴത്ത് കിടക്കും. അത് കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാറ്റ് ഇങ്ങനെ പോണത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ടോ. ഇതാണ് അമ്പലത്തിന്റെ നട, തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. കാർ പാർക്കിംഗ് ഉണ്ടോന്ന് അറിയത്തില്ല. ഇന്ന് അമ്പലത്തിൽ തിരക്കില്ലല്ലോ, കമ്മിയാണല്ലോ അല്ലേ? സമയം എത്രയായി ഇപ്പോ? നമ്മൾ എത്തുമ്പോൾ 10 മണിയായി. അത് കാരണമായിരിക്കോ ഇവിടെ പാർക്ക് ചെയ്യാൻ, മുമ്പിൽ പാർക്ക് ചെയ്യാം. ലേറ്റ് ആയ കാരണം ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. പാറോ എഴുതിക്കേ. ഹാന്ന് എഴുതിയോ? ഹരിശ്രീ ഗണപതായ നമഃ. ആരതി നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് തരും. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. കമ്മിറ്റിക്കാർ ഇവിടെ പറയും, അതിനനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് വരാം. ഇലയും പുഷ്പവുമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഇല വെച്ചിട്ടുണ്ടാവും. ആ ഇലയിലേക്ക് നിങ്ങളുടെ ഇല പുഷ്പം മാത്രം ഇട്ടാൽ മതി. ഇല നിങ്ങളുടെ കയ്യിൽ പിടിക്കണം കേട്ടോ. ഇവിടെ പുഷ്പം, അപ്പം നിങ്ങൾക്ക് പുഷ്പം പ്രസാദം തരും. പൂജിച്ച പേന പ്രസാദമായിട്ട് തരും. പൂജിച്ച എന്ത് തരും? പേന തരും. പേന നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലും, എഴുതും. എന്തെഴുതും? ആദ്യം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. അറിയാലോ? അറിയാം. ഏതൊക്കെ ഭാഷ അറിയാം? ഇംഗ്ലീഷ്, ഹിന്ദി അറിയാം. ഭാഗ്യം ഹിന്ദിക്ക് ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ അറിയാവുന്നുള്ളവരെ ABCD എഴുതാം.
ഏതായാലും നമുക്ക് എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതാം, സംസ്കൃതത്തിൽ അറിയുന്നവർക്ക് എഴുതാം, ഹിന്ദി ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ അത് എഴുതി സമർപ്പിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നേദിച്ച പ്രസാദവും നിങ്ങൾക്ക് തരും, അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ദീപാരാധനയാണ്. ദീപാരാധന കഴിഞ്ഞാൽ ആരതി നിങ്ങൾക്ക് തരും. നിങ്ങൾക്കത് സ്വീകരിച്ച് ഓരോരുത്തർക്കായിട്ട് ഇവിടെ വന്ന് പ്രസാദം ചെയ്യും. ഹരേ രാമ നമുക്ക് ജപിക്കാം, ഒരുമിച്ച് ജപിക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ ദീപാരാധന ചെയ്യും. ദീപാരാധന കഴിയുമ്പോഴേ ഹരേ രാമ നിർത്താൻ പാടുള്ളൂ കേട്ടോ. ദീപാരാധന നേരത്തൊക്കെ നിങ്ങൾ എന്ത് ജപിച്ചുകൊണ്ടിരിക്കണം? ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നൊക്കെ ഇരിക്കാം. ഇവിടെ കാണാൻ പാകത്തിനൊക്കെ നിങ്ങൾക്ക് ഇരിക്കാം. ഒരുമിച്ച് ജപിക്കാം. നമുക്ക് ഒരു 3 ഉരു ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ ദീപാരാധനയ്ക്ക് പോകും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഹരേ രാമ ജപിക്കണം. എവിടം വരെ? കഴിയുന്നത് വരെ കേട്ടോ. എന്തൊക്കെയാണ് അതിൽ? എന്തൊക്കെയാണ് അതിൽ നോക്കട്ടെ. തുറക്ക്. ലഡു ഒരു കഷ്ണം വായിലേക്ക് വെച്ചേ. ആ ഇനി ഒരു കഷ്ണം അമ്മയ്ക്ക്, ഇനി ഒരു കഷ്ണം അച്ഛന്. ഇവിടെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി, ദർശനം കിട്ടി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഒരു തിരക്കുണ്ടായിരുന്നില്ല. ആ വിദ്യാരംഭം ആയതുകൊണ്ട് കുട്ടികളുടെ തിരക്കായിരുന്നു അല്ലേ? എന്തായാലും പറയാ വിദ്യാഗോപാല മന്ത്രം. അതിൽ കുറേ പിള്ളേർ ഒരുമിച്ചിരുന്നിട്ട് ഒരു അധ്യാപകൻ അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ പാറുവിന് കുറച്ചു നേരം ഇരിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയിരുന്നു, എന്നാലും കുറച്ചു നേരം ഇരിക്കാൻ കഴിഞ്ഞു. പിന്നെ പാറുവിന് ലഡുവും പിന്നെ പെന്നും ഒക്കെ കിട്ടി അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാം അല്ലേ? അങ്ങനെ മോളൊക്കെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിന് മുമ്പിൽ തന്നെ ഒരു കളിപ്പാട്ടത്തിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിപ്പാട്ടം വാങ്ങി കൊടുക്കുക. നോക്കട്ടെ മോൾ എന്താ വാങ്ങി? ആ മൈലാഞ്ചി, പിന്നെ വേറെ എന്താ ഇട്ട പൊട്ടി, പിന്നെ എന്താണ്? എന്ത് ബുക്കാണ്? ശ്രീ വിഷ്ണു വിഷ്ണു സഹസ്രനാമം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവല്ലേ ലിമോ? നല്ല വിശപ്പ്. ലിമോ വിശക്കണില്ലേ? നമ്മളാച്ച ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. ഇപ്പൊ സമയം എത്രയായി? 12 മണി ആവണു. അപ്പൊ നമുക്ക് ആര്യാസ് പോയിട്ടേ വല്ല ലഞ്ചെല്ലാം കഴിച്ചാലോ? മോളെ വിശക്കണ്ടടാ. മോള് ക്ഷീണിച്ചു. മോളോടെ? അവള് ചെറുതായിട്ട് കഴിച്ചായിരുന്നു രാവിലെ. അങ്ങനെ ഞങ്ങളെ മീൽസ് വന്നിട്ടോ. ഇല വന്നു, പപ്പടം വന്നു, പിന്നെ തൈര്, 2 പായസം, പിന്നെ പപ്പടം ഒന്നും വേണ്ട. അവര് പറയും പപ്പടം കഴിക്കാനൊക്കെ. അവൾക്ക് മുളക് കഷ്ടം, മുളക് എടുത്തു. മൊബൈൽ മോളങ്ങ് മാറ്റി വിട്ടു. ഫുഡ് കഴിക്കാൻ മാറ്റി വിട്ടു. നല്ല കുട്ടി, അങ്ങനെയാണ് അവൾ ചെയ്യുക. പിന്നെ നല്ല കുട്ടിയാണ് മോള്. നല്ല മോള്. റെസ്റ്റോറൻറ്റിൽ കാണാറുണ്ടോ? വീട്ടിൽ കണ്ടുകൂടാ. അല്ല വീട്ടിൽ കാണാം, ഇവിടെ കണ്ടുകൂടാ. ഇവിടെ താഴെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതെ അല്ലേ? നല്ല പറ്റിക്കാനുള്ള. ഏതാ റൈസ്? വൈറ്റ് പോയി. വൈറ്റ് റൈസ്. മതി. ഇത് പരിപ്പാണോ? സാമ്പാർ. പരിപ്പ്. പരിപ്പ്
പരിപ്പ് ആ പരിപ്പിട്ടു. പാറു പരിപ്പല്ലേ? പരിപ്പ് സാമ്പാറോ? നൈസായിട്ടേക്ക് വായോ. ഇതായിരുന്നോ? അതിങ്ങനെ നല്ല റൈസ് കേട്ടോ. കറി കമ്മിയാണ് അല്ലേ? കറി കമ്മിയല്ലേ? ഇപ്പം ഞങ്ങൾ ബീൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ ടിൽ ദെൻ ബൈ.